എന്നാലും എന്റെ ബുക്ക് എടുക്കാൻ മറന്നു പോയല്ലോ ഇവിടുന്ന്. അകത്ത് കയറി നോക്കാം ഉണ്ടോന്ന്. അകത്തുണ്ടോന്ന് നോക്കാൻ കയറി. മോളെ മീനുട്ടി നിക്കാനാ പറഞ്ഞത്. മോളെ നിക്കാന് പുറകെ വരുന്നുണ്ടോ അവര്? അവർക്ക് എന്തെങ്കിലും കാര്യം? വാതില് തുറക്കാൻ ഭയങ്കര പാടാണല്ലോ. എന്തായാലും തുറന്നു. എടി മീനുട്ടിയെ കാണുന്നില്ലല്ലോ, അവൾ അകത്ത് കയറി പോയോ? പോയി കാണുമായിരിക്കും, അതല്ലേ ഇവിടെ നോക്കിയിട്ട് കാണാത്തത്. മോളെ മീനുട്ടി എവിടെയാ നീ? മീനുട്ടി, എടി മീനുട്ടി. ഓ എന്തൊരു കുറ്റാ കൂലി കേട്ടായി. ഇപ്പൊ പേടിയാവുന്നു അകത്ത് കയറിയപ്പോഴേ. എന്ത് സൗണ്ട് കേട്ടത്? അയ്യോ ഡോറ് തന്നെ അടഞ്ഞു. അയ്യോ ഓ ഇത് തുറക്കാൻ പറ്റുന്നില്ലല്ലോ. കുഴപ്പമില്ല, മുന്നോട്ട് തന്നെ നടക്കാം. ഇത് മുകളിലോട്ടുള്ള സ്റ്റെപ്പാണോ? എന്റെ ബുക്ക് മുകളിലെങ്ങനെ കാണുമായിരിക്കും. മുകളിൽ കയറി നോക്കാം. ചേട്ടാ നമ്മൾ എങ്ങനെ അകത്ത് കയറും? എന്താടി, നമുക്ക് കയറിയല്ലേ പറ്റുള്ളൂ. മീനുട്ടി അകത്ത് കയറി കാണും. അതല്ല, പുറത്തുനിന്ന് ലോക്ക് ഇട്ടിരിക്കുന്നു. മീനുട്ടി അപ്പം അകത്ത് കാണാൻ ചാൻസ് ഇല്ല. എവിടെ? പുറത്തുനിന്ന് പൂട്ടിരിക്കാന്നോ? ആഹാ, അപ്പൊ അവൾ അകത്ത് പോയില്ലല്ലോ. എന്നിട്ട് ഈ വെളിയിൽ നിന്നാണ് ലോക്ക് ഇട്ടിരിക്കുന്നത്. മീനുട്ടി എന്തായാലും അകത്തില്ല. ഇനി അവളെ എവിടെ പോയി അന്വേഷിക്കും നമ്മള്? എടി ഈ വഴിക്ക് രാത്രി ഒരു കാറ് വരുന്നത്. ഇതെവിടെ ഈ വഴിക്ക് വരാൻ രാത്രി കാറ്? ചേട്ടാ ഈ സൈഡിലോട്ട് ഒതുങ്ങി. രാത്രി വരുന്നവന്മാർക്ക് ബോധമൊന്നുമില്ല, കുടിച്ചവന്മാരൊക്കെ ആയിരിക്കും. വണ്ടി അവിടെ നിർത്തിയല്ലോടി. ഇതേ ഒരാൾ കാറ് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരുന്നത്. അവൻ ആരാന്ന് കാണാനും വയ്യ. നമ്മുടെ അടുത്തേക്കാ വരുന്നത് കേട്ടോ. ചേട്ടാ പേടിയാവുന്നു എനിക്ക്. എടാ വേണു, ഇതെന്തോ രാത്രി ഇവിടെ? എടാ സുരേഷ്, നീയോ? ഇതെന്തുവാടാ? നിന്നെയാന്ന് ഞങ്ങക്ക് മനസ്സിലായതില്ലടാ. സുരേഷ് ചേട്ടൻ നാളെ വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞങ്ങൾ പ്രതീക്ഷിച്ചേ ഇല്ല സുരേഷ് ചേട്ടനെ. അതിരിക്കട്ടെ, ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടേ നടന്നു പോകുന്നത്? ഞങ്ങൾ പറഞ്ഞില്ലേ സുരേഷ് കാര്യങ്ങളെല്ലാം, മീനുട്ടിയുടെ കാര്യം. അവിടെ കാര്യത്തിന് വേണ്ടിട്ട് തന്നെ ഇപ്പൊ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. മീനുട്ടിയുടെ കാര്യത്തിനോ? എന്ത് കാര്യം? അവളതേ വീണ്ടും ഇറങ്ങിപ്പോയി രാത്രിയിൽ സ്വപ്നം കണ്ടിട്ട്. ഞങ്ങൾ അവിടെ പുറകെ പിന്തുടരുക. അയ്യോ, പിന്നെ പോയ രാത്രിയിൽ ഇനി അവിടെ പോയി കണ്ടുപിടിക്കും. അവള് പുതുമനയിലേക്കാ വന്നത്. അവിടെ വരെ ഞങ്ങൾ പിന്തുടർന്നു, പിന്നെ അവളെ കാണാനില്ല. പുതുമനയോ? ആ എന്താ സംഭവം? കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടടാ അവിടെ. അവിടോട്ട് അവള് വന്നത്. എന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ പുറത്തുനിന്ന് അവിടെ കുറ്റിയിട്ടേക്കോ താഴും താക്കലിട്ട് പൂട്ടിയിരിക്കുന്നു പുറത്തുനിന്ന്. എന്തായാലും അപ്പൊ അവൾ അകത്ത് കയറി കാണത്തില്ലല്ലോ. മോൾ ആ വഴിയെ വന്നെങ്കിൽ നമുക്ക് ആ പരിസരത്ത് തന്നെ അന്വേഷിക്കാം. വാ, അങ്ങോട്ട് പോവാം. വാ. മുറിയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുവാണല്ലോ. അയ്യോ എന്റെ ബുക്കല്ലേ ഇത്? കീറി പറഞ്ഞിട്ടേക്കുന്നു. ഇവിടെ എല്ലാം ഓരോരോ കഷ്ണങ്ങളൊക്കെ ഇട്ടേക്കുന്നു. ഞാനിപ്പോ സ്വപ്നത്തിൽ കണ്ടത് കറക്റ്റ് കാര്യമായിരുന്നു, എന്റെ ബുക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ കീറി ഇടും ഞാൻ ഉദ്ദേശിച്ചില്ല. എന്റെ ബുക്ക് കീറി, എന്റെ ബുക്ക് കീറി, എന്റെ ബുക്ക് കീറി. നീ എന്തായാലും എന്റെ ബുക്ക് കൊണ്ട് പ്രയോജനമില്ല, എടുത്തോണ്ട് പോയിട്ട്. ഞാൻ എന്തായാലും തിരിച്ചു പോവാം. ഏത് വഴിയാണോ പോകേണ്ടത്? എന്ത് സൗണ്ട് കേട്ടത്? അങ്ങോട്ട് താഴോട്ടിറങ്ങാം. ഏത് വഴി ഇറങ്ങേണ്ടത്? ഒരു പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇന്ന് ഇവിടെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നു. ഒരു ഡാൻസുകാരി പെണ്ണിന്റെ ആണല്ലോ. ഇതുപോലെ ഒന്ന് ഡാൻസ് ചെയ്ത് നോക്കായിരുന്നു. എടാ സുരേഷേ, മോൾ ഇവിടെ വരെയാ വന്നത്. പിന്നെ എങ്ങോട്ട് പോയെന്ന് നീ കണ്ടില്ലേ? ഇല്ല സുരേഷ് ചേട്ടാ, ഞങ്ങൾ കുറെ നോക്കി, ഇവിടെ എങ്ങും കണ്ടില്ല. വാ, നമുക്കേ ആ ജനലിൽ കൂടെ അങ്ങോട്ട് നോക്കാം. ഇല്ല സുരേഷ് ചേട്ടാ, അവൾ അകത്തില്ല. അതേ വെളിയിൽ നിന്ന് പൂട്ടിയിരിക്കുക. അകത്തില്ല, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾ വാ, നമുക്ക് എന്തായാലും ജനൽ വഴി നോക്കാം. എന്റെ അകത്തൊരു പാട്ട് കേൾക്കുന്നു. എന്തിനിപ്പോ ചെയ്യുന്നത്? മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ. വേഗം വാ. നിർത്തടി മീനുട്ടി, ഞങ്ങളിപ്പോ എത്തിയതേ ഉള്ളൂ. നീ നീ എന്തൊക്കെ കാണിക്കുന്ന? നിനക്ക് വല്ല ബോധമുണ്ടോ? നിന്റെ ഡാൻസ് കണ്ടോണ്ട് നിന്നോ? ആരും ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ അടുത്ത് ഒരാൾ നിപ്പുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഒരു ചുമന്ന ഡ്രസ്സാണ് ഇട്ടിരുന്നത്, ഒരു ചുമന്ന സാരി. ഇതെങ്ങനെ എന്റെ ഡ്രസ്സ് പിന്നെ ഈ ഡ്രസ് ആയത്? വേണു, വീണേ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ ഇപ്പൊ തന്നെ എല്ലാം ശരിയാക്കി തരാം. എവിടെ സാധനം? എന്റെ പോക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം പോട്ടെ.
മോള് ഭയക്കണ്ട, ഞങ്ങൾ എല്ലാരും ഉണ്ട് കൂട്ടിന്. അയ്യോ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ഞാൻ ഇത്രയും ദിവസം എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. എല്ലാം ഒരു മിറാക്കിൾ പോലെ എനിക്ക് തോന്നുന്നു. അയ്യോ ഞാൻ ഇനി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. എന്റെ മനസ്സിന് ഇപ്പൊ നല്ലൊരു ആശ്വാസം വരുന്നു. അങ്കിൾ എന്താ വെള്ളം എന്റെ ദേഹത്ത് തളിച്ചത്? അതെ സുരേഷ്, നീ എന്തിനാണ് അവിടെ ദേഹത്ത് കളിച്ചത്? അത് കളിച്ചതിന് ശേഷം അവർക്ക് നല്ല മാറ്റം വന്നല്ലോ. നീ എന്താ കരുതിയത് ഞാൻ വെറും കൈയോടെ വരുമെന്നോ? ഞാൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടാ വന്നത്. ഞാനാണെങ്കിലേ നല്ലൊരു പൂറ്റിയെ പോയി കണ്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞ് അവിടുന്ന് പൂജിച്ച് തന്നതാ ഈ വെള്ളം. ഈ പനിനീരിനകത്ത് അവര് നല്ല രീതിയിൽ മന്ത്രങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോളുടെ ദേഹത്ത് ഞാനിപ്പോ അത് തളിച്ചു. അങ്ങനെ ഇപ്പൊ അവൾ നല്ല നോർമലായത്. ഓ സുരേഷ് ചേട്ടാ, എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല കേട്ടോ. അതെ സുരേഷ്, നീ ഞങ്ങളെ രക്ഷിച്ചു. അങ്കിളെ ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. എന്തിനാ മോളെ വെറുതെ താങ്ക്സ്? നീ എന്റെ മോളെ പോലെ അല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യാതിരിക്കുവോ? വേണു വീണേ വാ, വേഗം നമുക്ക് ഇവിടെ ഇറങ്ങാം. എത്രയും പെട്ടെന്ന് വീട്ടിലെത്താം. അതെ വേഗം വാ എല്ലാരും. ഓ, ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? എത്ര ദിവസം കൊണ്ട് തീ തിന്നുവാ. നീ ഒറ്റയാളാണോ ഞങ്ങളെ രക്ഷിച്ചത്. നന്ദി പറച്ചിലൊക്കെ മതി. എനിക്ക് ആദ്യം ഒരു ചായ കിട്ടട്ടെ. വീണേ പോയി ഒരു കടുപ്പത്തി ഒരു ചായ ഇട്ടുണ്ടോ വന്നേ. ഞാൻ ഇപ്പൊ റെഡി ചേട്ടാ. നിനക്ക് ചായ മാത്രമല്ല, നീ പറഞ്ഞ എന്ത് ഞങ്ങൾ ഉണ്ടാക്കി തരും. അത്രയ്ക്ക് ഹാപ്പി ഞങ്ങളിപ്പോ. മോളെ മീനൂട്ടി മാളൂട്ടി, നീ ഉറപ്പാണോ? എഴുന്നേറ്റില്ലേ അവള്? അങ്കിളെ അവള് ബാത്റൂമിൽ പോയിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. ബാത്റൂമില്ല അങ്കിളെ. അങ്കിളിന് പോകാൻ സമയം. നാളെ എന്തായാലും ജോലിക്ക് പോട്ടെ. അങ്കിളൊക്കെ വീട്ടിൽ പോവാ കേട്ടോ മോളെ. എന്തായാലും ഞങ്ങളെ രക്ഷിച്ചല്ലോ അങ്കിള്, അത് മാത്രം മതി ഞങ്ങൾക്ക്. എന്തായാലും ഇനി വരുമ്പോഴത്തേക്ക് അവരെല്ലാരെയും കൊണ്ടുവരണം. അച്ചുവിനെ അപ്പൂനെ അമ്മൂനെ എല്ലാരെയും കൊണ്ടുവരണം കേട്ടോ. പിന്നെ അമ്മയും കൊണ്ടുവരണം, എല്ലാരെയും കൊണ്ടുവരണേ. അങ്കിളെ ഞാൻ എല്ലാരും തിരക്കിന്ന് പറയണേ. ഇനി വരുമ്പോ എല്ലാരെയും കൊണ്ടുവരും ചെയ്യാ, എല്ലാരെയും തിരക്കിന്ന് പറയാം കേട്ടോ മോളെ.